SP ദീപക് അതിനെ സംബന്ധിച്ച് ഞാനൊരു ക്രിമിനൽ കേസ് അന്ന് തന്നെ പിന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല SP ദീപക്, ഞാൻ പറഞ്ഞത് കോടതികൾ ഇപ്പോൾ വിശ്വാസം എന്ന് താങ്കൾ പറയുന്ന പോലെ ഓരോരുത്തരുടെയും വൈയക്തികമായ കാര്യമാണ്. അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അങ്ങേയറ്റത്ത് ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഒരു ജനാധിപത്യ സദസ്സിലേക്ക് അങ്ങനെ എക്സ്പ്ലിസിറ്റായി കൊണ്ടുവരേണ്ടതില്ല എന്ന് കോടതികൾ ഇപ്പോൾ പറയുന്നതല്ല, കോടതികൾ നേരത്തെയും പറയുന്നതാണ്. അത് ശ്ലാഘനീയമാണ് കോടതികളുടെ നിലപാട്. ശ്രീ ദീപക്, അത് ഏത് മതമായിക്കോട്ടെ. അതെ 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 അതെ. നേരത്തെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതായിരുന്നു BJPക്കകത്തെ ആശങ്ക. അപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ അത് ഒഴിവാക്കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അത് BJPക്ക് രാഷ്ട്രീയ തിരിച്ചടിയാവുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ കൂടി ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കണമെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അയ്യപ്പൻ്റെയും പത്മനാഭസ്വാമിയുടെയും ഗുരുദേവൻ്റെയും പേരിൽ കൗൺസിലർമാർ പ്രതിജ്ഞ ചൊല്ലിയിരുന്നു. നേരത്തെ പറഞ്ഞ ആർ സുഗതൻ ഈ പറഞ്ഞ കാപ്പ കേസിൽ, ഗുണ്ടാ കേസിൽ ഒക്കെ പെട്ട് ഇപ്പോൾ വേറെ കേസിലകത്ത് അതൊന്നുമല്ല, അതിൻ്റെയൊക്കെ ഇരട്ടി മാരകാകാതുള്ള കേസുകളാണത്. അതുപോട്ടെ ദീപായസ് നായർ തുടങ്ങിയവരാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകണ്ഠേശ്വരം മഹാദേവൻ്റെയും ഇരിങ്കുളങ്ങര ദുർഗാ ഭഗവദേവിയുടെയും ഉദയന്നൂർ ദേവിയുടെയും ഒക്കെ ദേവപ്രശ്നങ്ങളുടെ പേരിലൊക്കെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ അന്ന് ചൊല്ലിയിരുന്നു. ആ സത്യപ്രതിജ്ഞകളൊക്കെ അസാധുവാണ് എന്ന് കോടതി പറയുകയാണ്. അസാധുവാണെന്ന് കോടതി പറയാനുള്ള കാരണം അതിൽ കൃത്യമായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പ്രകാരം മാത്രമേ നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴത്തിലുള്ള വിശ്വാസമാണെങ്കിലും ആ വിശ്വാസം നമ്മുടെ ആ വേദിയിൽ, സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് അത് എക്സിബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ചട്ടപ്രകാരം അത് തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമല്ല, നിയമസഭയിലും അത് പ്രകടമാണ്. അത് വളരെ എവിഡൻ്റ് ആണ്. കോടതികൾ ഞാൻ നേരത്തെ ഉമേഷ് പള്ളിയുടെ കാര്യം പറഞ്ഞത്, കോടതികൾ നേരത്തെയും അതേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് കോടതികൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രീസറൻസ് ഉണ്ട്, എന്നിട്ടും ആ രീതിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അത് അസാധുവാകുന്നു. അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, ഞാൻ ചോദിച്ചത് ഇത് BJPക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി ആണ് തന്നെയാണ്. പക്ഷേ നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നില്ല. ഒരിക്കൽ കൂടി ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിച്ച് ഈ 14 പേർ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം. അലക്സ്, തന്നെ RSSന്റെ നേതൃത്വത്തിൽ ഗണഗീതം പാടിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അത് ലംഘിച്ചുകൊണ്ടാണ് ആ പിന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ഇവർ ഈ മതവും വിശ്വാസവും എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതയാണ്. പക്ഷേ ആ സ്വകാര്യത മാറ്റി വെച്ചുകൊണ്ട് ജാതിയും മതവും വർഗീയമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് ഈ ഭരണഘടനാ സംവിധാനത്തിനകത്ത് ഒരു മുനിസിപ്പൽ ആക്ടിന് വിധേയമാക്കി നടക്കുന്ന ഒരു കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനെ അവർ മാറ്റിയത്. 20 ദൈവങ്ങളെ പറഞ്ഞിട്ടാണ്, അവർക്കുള്ള ഇഷ്ടമുള്ള 20 ദൈവങ്ങളെ പറഞ്ഞിട്ടാണ് അവർ സത്യപ്രതിജ്ഞ നടത്തിയത്. അത് തികച്ചും നിയമലംഘനമാണ് അവർ അന്ന് നടത്തിയിട്ടുള്ളത്. അവർ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഭരണഘടന ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനാ ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അവരതിനെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ ലംഘനം നടത്തി, അവർ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത രൂപത്തിലേക്ക് അത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നും അതെല്ലാം ശരിയാണെന്ന് പറയുന്ന രൂപത്തിലാണ് അവർ അന്ന് ആ ചടങ്ങ് നടത്തിയത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, RSSന്റെ ഒരു കാര്യാലയമായിട്ടാണ് ഈ പറയുന്ന നഗരസഭയുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള സുഗതൻ വിഷയം തന്നെ എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സുഗതൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനകത്ത് ഒരു 19 കേസുള്ള 2012 മുതൽ കേസുള്ള പല ക്രിമിനൽ കേസിനകത്തും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള, അതാണ് അടിവരയിട്ട് പറയേണ്ടത്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിലറെ ഈ പറയുന്നത് പോലെ തന്നെ BJPയുടെ നേതൃത്വവും ഈ മേയറും കൂടി ചേർന്നുകൊണ്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിനകത്ത് സ്വൈരജീവിതവും നാടും സ്വത്തിനും ഒരു സ്വസ്ഥത കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടാണ് കാപ്പ കേസ് എടുത്തിട്ടുള്ളത്. 2012 മുതൽ തന്നെ റൗഡി ലിസ്റ്റിനകത്ത് പല ആവർത്തനം റൗഡി ലിസ്റ്റിനകത്ത് വരികയും ആ റൗഡി ലിസ്റ്റിനകത്ത് നിന്ന് ജാമ്യത്തിലിറങ്ങുകയും ചില ബോണ്ട് വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. ആ ബോണ്ടുകളെല്ലാം ലംഘിച്ചുകൊണ്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പ്രാവശ്യം കാപ്പ കേസിനകത്ത് എടുത്തത്. ആ കാപ്പ കേസിനകത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്, ഒരു കൗൺസിലർ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തതാണ് സറണ്ടർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് പോലീസിന് സറണ്ടർ ആവുന്നതിന് പകരം
വീണ്ടും നിയമലംഘനം നടത്തിയത് കൊണ്ടാണ് പോലീസ് അവസാനം അറസ്റ്റ് ചെയ്ത് അവിടെ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെയും RSSകാരെയും വലിയ തോതിൽ വിളിച്ചു ചേർത്തിട്ടാണ് അവിടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്ത നടപടി. അതെല്ലാം നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. അതിനുശേഷം എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ 50ഓളം വരുന്ന ആ BJPയുടെ RSSന്റെ കൗൺസിലർമാർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇങ്ങനെ നിയമലംഘനം നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആള്, നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 പ്രാവശ്യമായിട്ട് 2 മാസമായിട്ട് നടക്കുന്ന കൗൺസിൽ യോഗത്തിനകത്ത് ഈ പറയുന്ന സുഗതൻ വരുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ഭയന്നിട്ടാണ് വരാത്തത്. പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാപ്പ നിലനിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? മേയർ ചെയ്തിരിക്കുന്നത് 2 പ്രാവശ്യത്തത് മെയ്യും ഏപ്രിൽ മാസത്തെയും യോഗത്തിനകത്ത് ഈ സുഗതൻ വരാത്തത് കൊണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ്റെ മേയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 45 ദിവസമായി ഈ പറയുന്ന കൗൺസിൽ യോഗം വിളിച്ചിട്ട് എന്തെങ്കിലും ജനാധിപത്യ ദീപക് ആ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന 20 കൗൺസിലർമാർ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ കടുത്ത നടപടികളിലേക്ക് കോടതി പോവുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.